ഇനിയും കാത്തിരുന്നേ മതിയാകൂ. വീണ്ടും കനത്ത തിരിച്ചടി. നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വീണ്ടും കനത്ത തിരിച്ചടി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്തെ ഷെഡ്യൂൾഡ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം വീണ്ടും നീട്ടിയിരിക്കുകയാണ്. വിലക്ക് ഒക്ടോബർ 31 വരെ നീട്ടിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെയായിരുന്നു നേരത്തെ വിലക്ക് നിശ്ചയിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ വീണ്ടും നീട്ടിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര ചരക്ക് വിമാനങ്ങളും DGCA അംഗീകരിച്ച വിമാനങ്ങളും സർവീസ് നടത്തുന്നത് തുടരും. തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ സാഹചര്യമനുസരിച്ച് വിമാനങ്ങൾ അനുവദിക്കുമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനായി 2020 മാർച്ച് 23 മുതലാണ് രാജ്യത്ത് വാണിജ്യ അന്താരാഷ്ട്ര വിമാനങ്ങൾ സർവീസ് നിർത്തിവെച്ചത്. 2020 മെയ് മുതൽ പ്രവാസികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി രാജ്യാന്തര വിമാന സർവീസുകൾ നടത്തിയിരുന്നു. തുടർന്ന് ഇന്ത്യയുമായി എയർ ബബിൾ കരാറുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾക്ക് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള എയർ ബബിൾ ഉടമ്പടി പ്രകാരം അവരുടെ പ്രദേശങ്ങൾക്കിടയിൽ പ്രത്യേക അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് നടത്തുന്നത്. ഈ ഒക്ടോബർ 31 അന്താരാഷ്ട്ര വാണിജ്യ വിമാനങ്ങളുടെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഇന്ത്യ ആലോചിച്ചിരുന്നത്. എന്നാൽ മൂന്നാം തരംഗ ഭീതിയിൽ വിലക്ക് സെപ്റ്റംബർ 30 വരെ നീട്ടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിലക്ക് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.